ഹലോ ഹലോ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിത്രം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 14ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ചടങ്ങിൽ ഇവിടെ ഒരു പ്രത്യേക കാര്യം കൂടിയുണ്ട്. നമ്മുടെ കർഷകശ്രീ അവാർഡ് മേടിച്ച നമ്മുടെ സുകുമാരേട്ടൻ കിഴങ്ങിൽ വിവിധ പരീക്ഷണങ്ങൾ നടത്തി ആളുകളെ ഞെട്ടിച്ച നമ്മുടെ സുകുമാരേട്ടനെ കൂടെ ആദരിക്കുന്നതിനായി മന്ത്രി എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. മണലെങ്കിലും വെട്ടി പറയാൻ വയ്യടേ. എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ അണ്ണാ കുറച്ച് ചക്കപ്പൂര് വെച്ച് കൊടുത്താൽ നീ ശബ്ദം കേട്ടാൽ മതി. എന്തെങ്കിലും ശബ്ദം കേൾപ്പിച്ചാൽ മതി. ഇവിടെ മന്ത്രി വണ്ടി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. കിഴങ്ങ സുമാരനെ മത്സരിച്ച് ജയിച്ചു പോയ ഒരു വ്യക്തിയാണ് ഞാൻ. 5-6 വർഷം ഇങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് എനിക്ക് ഇവിടെ ആഗ്രഹം സാധിച്ചില്ല. കയ്യിൽ നിന്ന് പോയി ഞാൻ പിടിച്ച് വടി കുറവാണ് മാറി കേട്ടോ. അതൊക്കെ വഴി പോകും. ഞാൻ വളരെത്തിട്ടെ ഇങ്ങോട്ടുള്ള വഴി ഒരുപാട് ചുറ്റിയിടാം. സുകുമാരന്റെ വേദിയിലേക്ക് ക്ഷണിക്കാൻ പിന്നെ 2 പിള്ളേരുണ്ട്. സുകുമാരന്റെ വേദിയിലേക്ക് ക്ഷണിക്കാൻ അപ്പോ സുകുമാരന്റെ വളരെ വേഗം വേദിയിലേക്ക് ക്ഷണിക്കാണ്. അദ്ദേഹത്തെ ക്ഷണിക്കണം. അച്ഛൻ്റെ പ്രായമുണ്ട്. പുള്ളിയുടെ കാലുകളെ തൊടുന്ന തൊഴിലല്ലേ. അതിന് നല്ല സന്തോഷം. സാർ നമുക്ക് അനുഗ്രഹിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കൃഷിയാണ്? വെണ്ടക്ക കൃഷിയാണ്. സുമാരനെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൃഷിയെ കുറിച്ച് കിഴങ്ങിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. ഈ അവാർഡ് ദാന ചടങ്ങിനെത്തിയ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നമസ്കാരം. പുള്ളിയുടെ മൈക്കിന് കുഴപ്പമാണോ അതെന്റെ ചെവി കുഴപ്പമാണോ? ചെറിയ കുഴപ്പമുണ്ട്. പുള്ളി കുഴപ്പമാണോ? എന്റെ കൃഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ കൃഷി എന്ന് പറയുന്നത് വലിയ നീളമുള്ള കടങ്ങും ഉന്നമലവുമാണ്. എനിക്ക് തിരുവനന്തപുരത്ത് ഈ നീളമുള്ള കടങ്ങ് വൻ ലാഭം നേടി തന്നു. സൂപ്പർ. പക്ഷേ എനിക്ക് ഒരു കാര്യം, ഉന്നമലവിന് വൻ മോശം. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നു, നിങ്ങളും ഈ കൃഷി തന്നെ ചെയ്യണമെന്ന്. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കിഴങ്ങിന് അല്പം നീളം കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ മുളവ് ഉണ്ടേർന്നാ മതി. ഇനി ഞാൻ ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെയൊക്കെ അറിയിക്കുകയാണ്. അത് സന്തോഷ വാർത്ത എന്തെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളെ ഓമന ചേച്ചിയുടെ വെള്ളം കമ്പനി കൂടെ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മളെ ഓമന ചേച്ചി അപ്പൊ ഈ സന്തോഷ നിമിഷത്തിൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. മന്ത്രിയെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. 5 വർഷം മുമ്പ് കണ്ട മന്ത്രിയെ നമുക്കൊന്നും കൂടി കാണാൻ കിട്ടി. ഭാഗ്യമെന്ന് വിചാരിക്കട്ടെ. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. സുമാരനെ കുറിച്ച് 2 വാക്ക് ഞാൻ പൊക്കി പറയും. തള്ളിവിടും. സുമാരുടെ വേറെ വിചാരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ നിന്ന് 5-6 വർഷം മുമ്പ് ജയിച്ചു പോയ മന്ത്രിയാണ്. ഞാൻ ആ ഒരു സ്നേഹത്തിന് പുറത്ത് പറയുകയാണ്. അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട്. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം, മറക്കരുത്. പിന്നെ സുമാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എൻ്റെ ഒരു ഗുരുതുല്യനാണ്. അദ്ദേഹം ഞാൻ കുട്ടിക്കാലം മുതൽ കാണാൻ തുടങ്ങിയതാണ്. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ പണയിൽ നിന്ന് അദ്ദേഹം തെങ്ങിനെ കുഴിയെടുക്കുന്നത് കാണുന്നുണ്ട്. ഞാൻ അത് പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കുട്ടി തോർത്ത് കൊടുത്ത് പറയാൻ എനിക്ക് വരുന്നില്ല. ഞാനത് അങ്ങനെ ഞാൻ സ്കൂളിൽ പോകുന്ന പാടത്തോട് നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം കുട്ടി തോർത്ത് കൊടുത്ത് തെങ്ങിനെ കുഴിയെടുക്കാൻ സുഹൃത്തുക്കളെ അതൊന്ന് കാണണമായിരുന്നു. അങ്ങനെ കൊല, തെങ്ങിൻ കൊല. അങ്ങനെയുള്ള സുമാരചേട്ടനെ ഇങ്ങനെയുള്ളൊരു വേദിയിൽ അദ്ദേഹത്തിന് ആദരിക്കാൻ ഒരു കഴിവ് എനിക്ക് തന്നു. ദൈവമായിട്ട് തന്നു, അവസരം തന്നു. ദൈവത്തിന് നന്ദി. താങ്ക്സ് ഗോഡ്. അദ്ദേഹത്തിനോടും ദൈവത്തിനോടും ഇത് കാണുന്ന നാട്ടുകാരോടും എന്നെ വിളിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. സുമാരചേട്ടന് ഇനിയും ഒരുപാട് കൃഷി ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം. അത്യാവശ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. എന്നെ പറ്റി എന്താണ് പൊക്കി പറഞ്ഞത്? ഞാൻ കാര്യം പറഞ്ഞു. പിന്നെ ഇതെന്താണ് പൊക്കി പറഞ്ഞത്?
എടാ, ഞാൻ ഇങ്ങനെ കുറച്ച് മോശമായിട്ട് വല്ലതും പറഞ്ഞു നീ കേട്ടോ ഇല്ല. ഞാൻ ഇവിടെ പള്ളു ചീത്ത പോലെ വിളിച്ചോ നീ ഈ ആളെ എന്റെ അടുത്ത് ചൂടാടെ കാര്യം കേട്ടോ പച്ചക്കറി ഇത് മോശമായി ഇത് മോശമായി പോയി ഇത് മോശമായി പോയി ഇത് മോശമായി പോയി ഇത് മോശമായി എന്നാ കർഷക അവാർഡ് എത്ര രൂപ കിട്ടിയ എനിക്കത് 50,000 കിട്ടി 50,000 രൂപ കർഷക അവാർഡ് കിട്ടി എന്നാ ഒരു 50 രൂപ ലിക്കർ വാങ്ങിച്ചിട്ടുണ്ട്